കേരളത്തിൽ ഞെട്ടിക്കുന്ന അവയവക്കടത്ത് മാഫിയയുടെ വിവരങ്ങൾ പുറത്ത്. വൃക്ക ഇടപാടിനായി രോഗിയിൽ നിന്ന് 20 ലക്ഷം രൂപ ഈടാക്കിയ സംഘത്തിന്റെ മുഖ്യ സൂത്രധാരൻ നജീബിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. സംസ്ഥാനം വിട്ടതായാണ് സൂചന. വ്യാജരേഖകൾ, ഫോട്ടോസ്റ്റാറ്റ് കടകളിൽ നിന്നും കണ്ടെത്തിയ ജനപ്രതിനിധികളുടെയും പോലീസിന്റെയും പേരിലുള്ള കത്തുകൾ സംസ്ഥാനമൊട്ടാകെ വ്യാപിച്ച മാഫിയ ശൃംഖല. അന്വേഷണം ഓരോ ദിവസവും പുതിയ ഞെട്ടലുകളിലേക്ക് നീങ്ങുകയാണ്. എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന അവയവക്കടത്ത് മാഫിയയ്ക്ക് കേരളത്തിലെ വിവിധ ജില്ലകളിൽ വൻ ശൃംഖലയുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കിഴക്കമ്പലം പള്ളിക്കരയിലെ ഫോട്ടോസ്റ്റാറ്റ് കടയിൽ നിന്നും ജനപ്രതിനിധികളുടെയും പോലീസിന്റെയും പേരിലുള്ള വ്യാജ കത്തുകൾ കണ്ടെത്തിയതോടെയാണ് അന്വേഷണം കൂടുതൽ ശക്തമായത്. സംഭവവുമായി ബന്ധപ്പെട്ട 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും മുഖ്യ സൂത്രധാരൻ എന്ന് കരുതുന്ന നജീബ് ഇപ്പോഴും ഒളിവിലാണ്. കാസർഗോഡും മലപ്പുറവും വിലാസമായ ഇയാൾ കഴിഞ്ഞ കുറെ നാളുകളായി കുന്നത്തുനാട്ടിലായിരുന്നു താമസം. ഇപ്പോൾ ഇയാൾ സംസ്ഥാനം വിട്ടതായാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. വടക്കേക്കര സ്വദേശിനിയായ 35-കാരിയുടെ മൊഴിയാണ് കേസിൽ നിർണായക വഴിത്തിരിവായത്. വൃക്ക കൈമാറാൻ അനുമതി തേടി യുവതി ആദ്യം ജില്ലാതല ഓതറൈസേഷൻ സമിതിയെയും പിന്നീട് സംസ്ഥാനതല സമിതിയെയും സമീപിച്ചു. എന്നാൽ സാമ്പത്തിക ഇടപാടുകളുടെ വ്യക്തമായ സൂചന ലഭിച്ചതോടെ 2 സമിതികളും അപേക്ഷ തള്ളി. തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും വീണ്ടും സംസ്ഥാന സമിതിയെ സമീപിക്കാനായിരുന്നു കോടതി നിർദ്ദേശം. അവിടെയും അനുമതി നിഷേധിച്ചതിന് പിന്നാലെ യുവതി പോലീസ് നിരീക്ഷണത്തിലായി. അതിനിടെയാണ് നിയമവിരുദ്ധമായി വൃക്ക കൈമാറ്റം നടന്നതിന്റെ രേഖകൾ പോലീസിന് ലഭിച്ചത്. പോലീസിനെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച വിവരം പണമിടപാടുകളെ കുറിച്ചുള്ളതാണ്. വൃക്ക ലഭിക്കാനായി രോഗിയിൽ നിന്ന് സംഘം ആവശ്യപ്പെട്ടത് 20 ലക്ഷം രൂപ. എന്നാൽ വൃക്ക നൽകിയ യുവതിക്ക് ലഭിച്ചത് വെറും 9 ലക്ഷം മാത്രം. ബാക്കി തുക മാഫിയ സംഘം കമ്മീഷനായി കൈക്കലാക്കിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കുന്നത്തുനാട് മാത്രമല്ല, കാസർഗോഡ്, കൊല്ലം, തിരുവനന്തപുരം റൂറൽ മേഖലകളിലും നജീബിന് ബന്ധങ്ങളുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അവയവമാറ്റ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. മനുഷ്യജീവനെ പോലും കച്ചവട വസ്തുവാക്കി മാറ്റിയ അവയവക്കടത്ത് മാഫിയയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുഖ്യ സൂത്രധാരൻ നജീബിനെ കണ്ടെത്തുന്നതിനായി അന്വേഷണം പുരോഗമിക്കുമ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന അവയവ മാഫിയയുടെ വേരുകൾ എത്ര ആഴത്തിലാണെന്ന ചോദ്യവും ശക്തമാവുകയാണ്.